വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. കുർബാനയ്ക്കിടെ അച്ഛൻ്റെ ചോദ്യം, നിനക്ക് ഈശോ ആരാണ്? എല്ലാവരും നിശബ്ദരായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ അധ്യാപകനാണ്, എൻ്റെ ലവറാണ് എന്നൊക്കെ ഉത്തരം പറയാമെന്ന എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. യഥാർത്ഥത്തിൽ ഈശോ എനിക്ക് ആരാണ്? വർഷങ്ങൾക്ക് മുൻപ് രക്തസ്രാവക്കാരി സ്ത്രീയെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ ബ്ലീഡിംഗ് എന്ന അസുഖം കൊണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത സമയത്ത്, ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാതെ നിൽക്കുമ്പോൾ, എൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് ഞാൻ പറഞ്ഞു, രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്താൽ അങ്ങയെ തൊട്ടപ്പോൾ സൗഖ്യപ്പെട്ടല്ലോ, എന്നെയും തൊടണേ. ആ നിലവിളി കേട്ട് എന്നെ സൗഖ്യപ്പെടുത്തിയവനാണ് ഈശോ. ഓരോ വിശുദ്ധ കുർബാനയിലും എന്നെ പൊതിഞ്ഞു പിടിക്കുന്നവനാണ് ഈശോ. ഞാൻ സ്വയം പറഞ്ഞു, എൻ്റെ സ്വന്തമാണ് ഈശോ, എൻ്റെ എല്ലാമാണ് ഈശോ. ഇത് കേൾക്കുന്ന നിങ്ങളും ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് ആരാണ് ഈശോ? എൻ്റെയും നിൻ്റെയും ഇരുൾ നിറഞ്ഞ ജീവിതത്തിലും മരണത്തിൻ്റെ താഴ്വരയിലും സന്തോഷത്തിൻ്റെ വഴികളിലും ഈശോ എൻ്റെ കൂട്ടിനുണ്ട്. ഈശോ എനിക്ക് സന്തോഷമാണ്, എൻ്റെ ലഹരിയാണ്, എൻ്റെ പ്രണയമാണ്. എൻ്റെ ദുഃഖത്തിൽ എന്നെ കരം പിടിച്ചുയർത്തുന്ന കരുണാമയനാണ്. ഓരോ പുലരിയിലും നീ ചോദിക്കണം, ഈശോ നിനക്ക് ആരാണ്? ഈശോയെ, നിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നീ ആഴപ്പെടുത്തണമേ.